എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഭർത്താവ് വിവാഹമോചനത്തിന് സഹകരിക്കുന്നില്ല. ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശം പുറത്ത്. ഏറ്റുമാനൂരിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ നിർണായക തെളിവ്. കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന മരിച്ച ഷൈനിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. പലതവണ ശ്രമിച്ചിട്ടും ജോലി കിട്ടാത്തതും അസ്വസ്ഥയാക്കിയതായി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഷൈനി സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് സങ്കടങ്ങൾ തുറന്നു പറഞ്ഞത്. വിവാഹമോചനത്തിന് ഭർത്താവ് നോബി ലൂക്കോസ് സമ്മതിക്കാത്തതിനെ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് യുവതി ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു. ഒരുപാട് അന്വേഷിച്ചിട്ടും നാട്ടിൽ ജോലി കിട്ടുന്നില്ല. മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകണം. വിദേശത്തേക്ക് പോകണമെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്ന് ഷൈനി അയച്ച സന്ദേശത്തിൽ പറയുന്നു. വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ലെന്നും ഷൈനി സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. പലതവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി അത് കൈപ്പറ്റിയില്ലെന്നും ഫെബ്രുവരി 17 കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയില്ലെന്നും അവർ പറഞ്ഞു. കേസ് നീണ്ടുപോവുകയാണെന്നും എന്ത് ചെയ്യണമെന്ന് അറിയില്ലെന്നും ഷൈനി സുഹൃത്തിനോട് ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. വക്കീലിന് ഏപ്രിൽ 9 ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഇതിങ്ങനെ നീണ്ടുപോവുകയാണ്. ഒരു തീരുമാനവുമാകുന്നില്ല. എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ടെന്നും സന്ദേശത്തിൽ ഷൈനി പറയുന്നു. ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഭർത്താവ് നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നോബിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷൈനിക്ക് വാട്സപ്പിൽ ചില മെസ്സേജുകൾ താൻ അയച്ചിരുന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സന്ദേശത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമായിട്ടില്ല.